കുഞ്ഞാ കുഞ്ഞേ താക്കരുമണികളേ, നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. കാരണം ഇവിടെ കണ്ണ് വിരിഞ്ഞ് വരുന്നല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ ഫ്ലാഷ് അടിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇവിടെ നിന്ന് വേറെ എവിടെയും മാറ്റിയെടുക്കാനും നിർവാഹമില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഇടാതിരുന്നത്. ഇനിയിപ്പോൾ ഇടണം എന്നാണ് വിചാരിക്കണത്. പിന്നെ മനസ്സിലൊരു മടുപ്പും തോന്നി. കാരണം വ്യൂസ് കുറച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ലൈക്ക് ആരും തരണില്ല. അപ്പോൾ ഒരു സങ്കടം. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ കണ്ടാലും അതിന് ലൈക്ക് അടിക്കൂട്ടാ, ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ ഇനി ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങ് കണ്ടുപോയിട്ട് ലൈക്ക് അടിക്കാൻ മറന്നു പോണതായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, സാരില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം, ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. കുട്ടാ ഡേ, ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നോക്കടാ, ഇവിടെ അതെങ്ങനെ എന്തേലും പറയുമ്പോഴേക്കും എന്തേ അമ്മ വരും. ഇവിടെ ബക്കറ്റിൻ്റെയൊക്കെ ഇടയിലാട്ടോ വെച്ചേക്കണതേ പിന്നെ. അതെ കണ്ടാ, എൻ്റെ വർത്താനം കേൾക്കുമ്പോഴേക്കും അമ്മ വരും. പിന്നെ ഇങ്ങനെയാണ് ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിക്കണം. ഈ ഫ്ലാഷൊക്കെ ഇട്ടെടുക്കണേ അവൾക്ക് തീരെ ഇഷ്ടാവില്ല അത്. കുഞ്ഞുസേ തക്രുവേ, എന്തൊരുറക്കാണെന്നറിയോ, ഉറക്കം തന്നെ. ഫുഡൊന്നും കഴിക്കാറായിട്ടില്ല കേട്ടോ. ഇന്നലെ ബുധനാഴ്ച, ഇന്നലത്തേക്ക് അവർക്ക് 3 ആഴ്ചയായിട്ടോ അവർ വന്നിട്ട്. പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. നമ്മുടെ ഡോക്ടർ സോണിക ആണ് ഇവരുടെ ഡോക്ടർ കേട്ടോ. ഇവരുടെ അല്ല, ഞാൻ നാളുകളായിട്ട് ഒരു 5 വർഷമായിട്ട് ഞാൻ പൂച്ചകളെ വളർത്താൻ തുടങ്ങിയതാണ്. അപ്പോൾ മുതലേ ഡോക്ടർ സോണികയാണ് നമ്മുടെ ഇവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാം ചെയ്യണം കേട്ടോ. നല്ലൊരു ഡോക്ടറാണ്. ഫേസ്ബുക്കിൽ നോക്കിയാൽ ഡോക്ടറിൻ്റെ നമ്പറൊക്കെ കിട്ടും കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. ഡോക്ടറിന് സൗകര്യപ്പെടുമ്പോൾ ഡോക്ടർ അതിനുള്ള റിപ്ലൈ നമുക്ക് തരും. മരുന്നുകളായാലും ഒക്കെ പറഞ്ഞു തരും കേട്ടോ. നല്ലൊരു ഡോക്ടറാണ്. പിന്നെ എന്താ, അപ്പോൾ ഇനി ഉണ്ണിയോളം ഉറക്കാണ്. പ്രത്യേകിച്ച് ഇനി ഒന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുട്ടികളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയണത് എല്ലാ ദിവസവും വരണം എന്നാണ് വിചാരിക്കുന്നത്.